ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ന്യൂ വേർഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ട് ന്യൂ വേർഡാണ്. ആദ്യത്തെ ന്യൂ വേർഡ്, നമ്മളെപ്പോഴും പുറത്ത് മഴ പെയ്യുന്നുണ്ട് എന്ന് എല്ലാവരോടും പറയാം. അയ്യോ, നമ്മൾ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ ഈ പുറത്ത് മഴ പെയ്യുന്നുണ്ട്. ചിലപ്പോൾ അത് ചാറ്റൽ മഴയായിരിക്കാം. അപ്പോൾ എന്ത് മഴ, എനിക്കൊന്നും തോന്നുന്നില്ല എൻ്റെ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കും, ചാറ്റൽ മഴയാണ് പെയ്യുന്നതെന്ന്. ഇല്ലേ? അപ്പോൾ നമ്മൾ മഴ പെയ്യുന്നുണ്ട്. അപ്പം മഴ പെയ്യുന്നുണ്ട് എൻ്റെ ഇംഗ്ലീഷ് എന്താ? ഇറ്റ് ഈസ് റെയിനിങ് ഔട്ട്സൈഡ്. ഔട്ട്സൈഡ് എന്നായിരിക്കും പലവരും പറയുന്നത്. ഇനി മുതൽ ശ്രദ്ധിച്ച് ആ ഔട്ട്സൈഡ് എന്നുള്ള വാക്ക് വേണ്ട. എല്ലാവർക്കും അറിയാം പുറത്താണ് മഴ പെയ്യുന്നത്, അല്ലാണ്ട് അകത്ത് നമ്മുടെ വീടിൻ്റെ അകത്തൊന്നും മഴ പെയ്യില്ല. അത് കാരണം ഇറ്റ് ഈസ് റെയിനിങ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഇനി നമ്മൾ അതിശക്തമായിട്ടുള്ള മഴയാണെങ്കിൽ മാത്രമല്ലേ നമ്മൾ ഇറ്റ് ഈസ് റെയിനിങ് എന്ന് പറയുള്ളൂ. ചാറ്റൽ മഴയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? അതാണ് ഡ്രിസ്ലിംഗ്. എല്ലാവരും ഒന്ന് പറഞ്ഞു ഡ്രിസ്ലിംഗ്. അപ്പം ഇറ്റ് ഈസ് ഡ്രിസ്ലിംഗ്, ഔട്ട്സൈഡ് എന്ന് പറയത്തില്ല, ഇറ്റ് ഈസ് ഡ്രിസ്ലിംഗ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ വേർഡ് പരിചയപ്പെടാം. അതിന് മുമ്പ് നമുക്ക് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഇങ്ങനെ നമ്മുടെ ക്ലാസ്സിലൊരു കൊച്ച് എന്തെങ്കിലും ഒരു മോഡൽ ഉണ്ടാക്കിക്കൊണ്ട്, ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം, സോളാർ സിസ്റ്റം. ആ ഒരു സോളാർ സിസ്റ്റം കണ്ടിട്ട് വാവ്, ഇത് ശരിക്കുമുള്ള സോളാർ സിസ്റ്റം പോലെ ഉണ്ട്. ആ ശരിക്കും എന്നുള്ള വാക്ക് റിയൽ ആണ്, റിയൽ. അപ്പോൾ ആ റിയലിന് പകരം ഏത് വാക്കാണ് അവിടെ ചേർക്കുന്നതെന്നാണ് നമ്മൾ റിയലിന് പകരം ന്യൂ വേർഡ്, ആ ഒരു വേർഡ് ഏതാണെന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് തെറ്റും ശരിയൊന്നുമില്ല, നമുക്ക് നോക്കാം. വാവ്, ഇറ്റ് ഈസ് ഓതൻറ്റിക്. ഓതൻറ്റിക് എന്ന് പറയുന്നതാണ് റിയലിന് ആ ഒരു ഓതൻറ്റിക്കിന് രണ്ട് മീനിങ് ഉണ്ട്, റിയൽ ഓർ ജെനുവിൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആദ്യത്തെ വേർഡ്. ഇറ്റ് ഈസ് ഡ്രിസ്ലിംഗ് ഓർ റെയിനിങ് എന്ന് പറഞ്ഞാൽ ശക്തമായ മഴ,